എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു ട്രാവലിങ്ങിലാണ്. ട്രാവലിംഗ് പറഞ്ഞാൽ നമ്മൾ ഇന്നൊന്ന് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് നമ്മുടെ കൂറ്റനാട് നിന്ന് ചാലിശ്ശേരിക്ക് പോണ വഴിക്ക് ഒരു ഷവർമ പോയിന്റ് ഇവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഷവർമ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഷവർമയുടെ പൊസിഷൻ കണ്ടില്ലേ, ഇതൊരു വെറൈറ്റി ഷവർമയാണ്. അതുപോലെ സാധാരണ ഷവർമ ഉണ്ടാക്കുന്നത് ഗ്യാസിലാണ്, ഇത് നേരെ തിരിച്ച് ഒരു ചാർക്കോളിലാണ് ഈ ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ വെറൈറ്റി കുറേ ഷവർമകളുണ്ട്, അത് ഇതിൻ്റെ ഓണർ പറഞ്ഞു തരാറുണ്ട്. ഇപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് റോയൽ റാപ്പ് എന്ന് പറഞ്ഞൊരു ഷവർമയാണ്. നമ്മളൊന്ന് ഓർഡർ ചെയ്തത് റോയൽ റാപ്പ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഷവർമയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു റൊമാൻ റൊട്ടി, അതിൽ മയോണൈസ്, ചീസ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് റാപ്പ് ചെയ്തതിന് ശേഷം നേരെ ഒരു എന്താ പറയുക ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് അത് മാറ്റും. ആദ്യം ഒന്ന് നിൽക്കാനും പരിചയപ്പെടുത്തുക. എന്താ പേര്? എൻ്റെ പേര് അബ്ദുൽ ഖാദർ. ഇത് എന്ന് മുതലാണ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത്? ഇതിപ്പോൾ ഒരു ഒന്നര മാസം ഇത് എന്താ അങ്ങനെ ഒരു ആശയത്തിലേക്ക് വണ്ടിയിലാണ് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഇത് കാണുന്നത്, അതുപോലെ ഉണ്ടാക്കുന്ന രീതി വെറൈറ്റിയാണ്. ഇത് വെറൈറ്റി എന്ന് വെച്ചാൽ ഇവിടെ പെരുമ്പാവൂർ ഒരു ധാബ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുള്ള പണിക്കാരും അവരുള്ള നല്ല ഇതായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പോക്കുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരിരുന്ന് കഴിക്കാറുണ്ട് ഭക്ഷണം. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് അവർ സ്ഥാപനം പെട്ടെന്ന് ഒരു ക്ലോസ് ചെയ്യേണ്ട ഒരു ഇത് വന്നു. അപ്പോൾ വന്നപ്പോൾ അവർ നമ്മളടുത്ത് പുതിയൊരു വണ്ടി കിടന്നിരുന്നു. ആ വണ്ടി കിടന്നപ്പോൾ നമ്മളോട് ചോദിച്ചു, അവരിങ്ങനെ കിടക്കുന്നപ്പോൾ നമുക്കൊരു മനസ്സിൽ തോന്നി, മകനും പറഞ്ഞ് നമുക്കിങ്ങനെ അവർ ഹോട്ടലിങ്ങനെ ഇപ്പോൾ ഒരു ഇതിൽ ഇഷ്യൂവിൽ കിടക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് തുടങ്ങിയാലോ വെച്ചു. അപ്പോൾ എന്നാൽ ശരി എന്നല്ല. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ അവരെ പണിക്കാരാണ്, അവർ ജോലിക്കാരാണ്, നമ്മൾക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. പേര് അവർ തന്നെയാണോ? അദാബ എന്നുള്ള പേരിലാണ്, അദാബ എന്ന് എഴുതിയിട്ടുണ്ട്. ആ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി. ഇതിപ്പോൾ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ? അല്ല, ഒരെണ്ണം കൂടെ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പുതിയതായിട്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നര മാസമായി കഴിഞ്ഞു. വണ്ടിയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇന്നത്തെ ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് വീട്ടിലേക്ക് വണ്ടിയായിട്ട് പോകും. അപ്പോൾ വണ്ടിയായിട്ട് നമ്മൾ വീട്ടിൽ പോകും. അവിടുന്ന് കംപ്ലീറ്റ് ഇതൊക്കെ ആക്കി അവർ. അപ്പോൾ അവിടുന്ന് മൊത്തം ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തിട്ട് വരും. വീട്ടിൽ നിന്നല്ല, വേറൊരു പേർക്ക് വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വെച്ചെല്ലാം ശരിയാക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ട് വരും. അവിടെ പിന്നെ ഇത് ഈ സ്ഥലം പറഞ്ഞു വെച്ചാൽ കറക്റ്റ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഗുരുവായൂരിന്ന് പാലക്കാട് നിന്ന് ഗുരുവായൂർ പോണ റോഡാണ്. ഗുരുവായൂർ പോണ റോഡിൽ ചാലിശ്ശേരി എത്തുന്നതിന് മുന്നേ വട്ടത്താണി കൂറ്റാട് ഗുരുവായൂർ റോഡ് വട്ടത്താണി പറഞ്ഞ സാധനം. വട്ടത്താണി ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ പെർമനൻ്റ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവാറ് അല്ലേ? ഇവിടെ തന്നെയാണ് പെർമനൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ പോണ ആൾക്കാർക്ക് ഇവിടുന്ന് ഷവർമയും കാര്യങ്ങളൊക്കെ കഴിക്കാം. അടിപൊളി വെറൈറ്റി ഷവർമയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്.
ഇപ്പോൾ പുതിയത് എവിടെ തുടങ്ങിയെന്ന് പറഞ്ഞത്? ഇപ്പോൾ ഞങ്ങൾ വെള്ളിയാങ്കല്ലിൻ്റെ അവിടെ തൃത്താലയിൽ ഒരെണ്ണം 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രക്കിൽ തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം എത്ര രൂപ ചിലവ് വരുന്നുണ്ടാവും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ? അത് കറക്റ്റ് എനിക്കറിയില്ല, അവർക്ക് അറിയുള്ളൂ. കാരണം നമ്മളതിൽ വെറുതെ ഇവിടെ കുറച്ച് നേരം നിൽക്കുക എന്നുള്ളതിൽ കറക്റ്റ്. വെറൈറ്റി ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഷവർമ കൊടുക്കാം? വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് ഇതിനകത്ത് കൊടുക്കുന്നത് റെഗുലർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതിന് ചിക്കൻ മീറ്റാണ് കൂടുതൽ, പിന്നെ മറ്റുള്ള വെജിറ്റബിൾ ഐറ്റം ഉണ്ട് അതിനകത്ത്. പിന്നെ അതുകൊണ്ട് ചീസി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. ആ ചീസ് കൂടി ആഡ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ ഒന്ന് കൊടുക്കും, ചീസി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറും മീറ്റ്, ഹോൾ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റ് മാത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് റോയൽ റപ്പ് എന്ന് പറഞ്ഞിട്ട് റോയൽ റപ്പ്. അത് അത്യാവശ്യം നമ്മൾക്ക് ഒരാൾക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഒരാളിനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫില്ലായി അങ്ങനത്തെ ഒരെണ്ണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒക്കെ റോളാണെന്ന് മാത്രം. എങ്ങനെ ഇതിനൊക്കെ ചാർജ് ചെയ്യുന്നു? ഇതിന് റെഗുലർ 90 രൂപ. പിന്നെ ചീസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചീസ് ആഡ് ചെയ്തതിനോട് 100 രൂപ. പിന്നെ വാൾമീറ്റ് എന്ന് പറഞ്ഞിട്ട് 120 രൂപ. പിന്നെ റോയൽ റപ്പ് എന്ന് പറഞ്ഞാൽ 150. അപ്പോൾ വലിയ റേറ്റ് ഒന്നും അല്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ സാധാരണ നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ, ഒരു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കുബുസിൽ 60 രൂപ വെച്ചിട്ട് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉണ്ട്, സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇതാണുള്ളത്. അപ്പോൾ നമ്മളത് ആശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ വന്ന് ചോദിക്കൽ തുടങ്ങി, നിങ്ങൾ എന്തുകൊണ്ട് കുബുസിൽ ഞങ്ങൾക്ക് തരുന്നില്ല? നമുക്ക് ശരി, നമ്മൾക്കിത് കോസ്റ്റ്ലിയാണ്, ഉണ്ടാവാനും മറ്റുള്ള പ്രശ്നം അപ്പോൾ അറിയില്ല, നിങ്ങളൊന്ന് നോക്കി. അപ്പോൾ ശരി, അപ്പോൾ അവർക്ക് അത് നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പണിംഗ് പറഞ്ഞു വെച്ചാൽ ഒരു ഈവനിങ് മാത്രമേ ഒരു ഓപ്പണിംഗ് ഉള്ളൂ. രാത്രി ഒരു 9 to 10 മണിൻ്റെ ഉള്ളിൽ ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ ഇവിടെ ഇരിക്കാനൊരു 4 ആൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇവർ സ്റ്റാർട്ടിങ്ങാണ് പറഞ്ഞു. അതിൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും ഇവിടെ റോഡിൽ വണ്ടി നിർത്തി സൈഡാക്കിയുള്ള സ്ഥലമുണ്ട്. അവിടെ നിർത്തി കാറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. നമുക്കുള്ള റോയൽ റാപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് റൊമാലി റൊട്ടിയിൽ എന്താണ് പറയുക, മറ്റേ മയോണൈസും അതുപോലെ ചീസും ഇട്ടിട്ടാണ്. ആ ചീസ് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു പാനിൽ ചൂടാക്കാൻ വയ്ക്കും. അപ്പോൾ സാധനം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റോയൽ റാപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കഴിച്ചിട്ട് പറഞ്ഞാൽ പോരാ, കുറച്ച് കഴിച്ചിട്ട് കുറച്ച് ഹെവിയാണല്ലേ? കുറച്ച് ഹെവിയാണ്. ഇത് ഒരെണ്ണം കഴിച്ച ഒരാൾക്ക് ഒരു മീലായി, ഒരു നേരത്തെ ഒരു മീലായി. വരുണെന്ന് ചിക്കനോട് എന്തോ ഒരു വിരക്തി ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാന്ന് വെച്ചാൽ എന്തൊക്കെ തോന്നുന്നുണ്ട്? ചിക്കൻ ഗ്യാസിൽ വേവിച്ചെടുക്കണതും ചാർക്കോളിൽ വേവിച്ചെടുക്കണതും രണ്ടാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ചിക്കനിലത്തെ മസാലകൾ കിട്ടും. ഓവർ സ്പൈസസും മസാലകളൊന്നും ഇട്ടിട്ട് അലമ്പാക്കി വൃത്തികേടാക്കിയിട്ടില്ല. നല്ലൊരു ഷവർമയാണ്. ഓവർ സ്പൈസി ഒന്നുമല്ല, കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഒരു ഹൈവേയുടെ സൈഡിലായിരുന്നു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ, സോറി. ചിക്കൻ്റെ ഫ്ലേവർ വേറെ അറിയുന്നുണ്ട്. സംഭവം ഇതിനകത്ത് ചീസ് ഇട്ടിട്ടുണ്ട്, മയണൈസ് ഇട്ടിട്ടുണ്ട്, 2 തരം മയണൈസ് ചേർത്തിട്ടുണ്ട്, ചീസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ചിക്കൻ്റെ ഫ്ലേവർ തനിയെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കുറച്ച് പിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. എനിക്ക് നാളെ ഒരു സ്ഥലം വരെ ഒരു അമ്പലത്തിൽ പോകാണ്ട്, അതായത് ഞാൻ കഴിച്ചിട്ടില്ല. സഞ്ജുവിനെ അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇല്ല, നമുക്ക് അടുത്ത വേറെ സ്ഥലത്തേക്ക് പോകാണ്ട്, ഞങ്ങൾ വഴിയിലാണ് നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.